ആ ഒരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യുമായിരുന്നു. അതുപോലെ എനിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് കമന്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ നമുക്കിടയിൽ ഒത്തിരി ആൾക്കാർക്ക് ഇതുപോലെ റെക്കമെൻഡേഷൻ ഒട്ടും തന്നെ യൂട്യൂബ് കൊടുക്കില്ല. അങ്ങനെ തള്ളിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. 22,000 അവർ 22K അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളും യൂട്യൂബ് ക്രൈറ്റീരിയ ആയ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണോ? അതോ ഇനി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതുവഴി 10 മില്യൺ വ്യൂസും 1000 സബ്സ്ക്രൈബറും ഏത് മാർഗത്തിലൂടെയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ പല വീഡിയോകളിലും കാണുന്നതിനിടയിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കാസി ബായി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ പറ്റി അബദ്ധത്തെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ആ ഒരു ചേട്ടൻ ഇപ്പോൾ എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ കഷ്ടപ്പെട്ട് തുടങ്ങി ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസ് ചെയ്ത് എടുക്കണം, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യണം, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ആ ചേട്ടനാണെങ്കിൽ ഒരു മോണിറ്റൈസേഷൻ ചെയ്തു കൊടുക്കുന്ന കമ്പനിയുമായിട്ട് സംസാരിച്ചിട്ട് ചാനലിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞത് അവർ വിശ്വസിച്ചിട്ട്, ആ ചേട്ടൻ വിശ്വസിച്ചിട്ട് 1999 രൂപ ആ ഒരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനുശേഷം അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഒരു വിവരവും ഇല്ല. അങ്ങനെ ഒരു പറ്റിക്കപ്പെട്ട കഥയാണ് ആ ചേട്ടൻ വളരെ സങ്കടത്തോടുകൂടെ നമ്മൾക്ക് പങ്കുവച്ചത്. അപ്പോൾ ആ ഒരു പങ്കുവയ്ക്കാൻ കാണിച്ച ആ ഒരു മനസ്സിന് ആദ്യമേ ആ ചേട്ടൻ ഒരു അഭിനന്ദനം കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വരണം, എല്ലാവരും അറിയണം. അപ്പോൾ ഞാനും ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം, എനിക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ പല പല ആൾക്കാർ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന്റെ കാര്യങ്ങളെ പറ്റിയും ചാനലിന്റെ സെറ്റിങ്സിനെയൊക്കെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഡൗട്ട്സ് എന്നോടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ വന്ന ഒരു കമന്റിനെ പറ്റിയാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ എനിക്ക് ആദ്യം അവർ നമ്മുടെ ചാനലിൽ വീഡിയോ ആണ്, അവരുടെ വീഡിയോ ആണ് ആദ്യം ഷെയർ ചെയ്യുകയുണ്ടായത്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ്, അതിനുശേഷം എനിക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അവരുടെ ചാനൽ നോക്കി, അവരുടെ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിയ സമയത്ത് അങ്ങനെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാനുള്ള വ്യൂസ് ഒന്നും ഒരു വീഡിയോസിനോ ഷോർട്സിനോ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഡൗട്ട് തോന്നി അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് പെയ്ഡ് മോണിറ്റൈസേഷൻ ചെയ്തതാണ്, അതിനുശേഷം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് പോലും ഇപ്പോൾ കിട്ടുന്നില്ല, അതായത് വ്യൂസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ചോദിച്ചു നിങ്ങളുടെ എത്ര ക്യാഷാണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ കണ്ണ് തള്ളിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. 22,000 അവർ 22K, ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെയാണ് 22K എന്നാണ് പറഞ്ഞത്. അതായത് 22,000 രൂപ കൊടുത്തിട്ടാണ് അവരവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയത്. അതുപോലെ എനിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് കമന്റ് ഇങ്ങനെ വരുന്നുണ്ട്, എൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കി തരുമോ, എൻ്റെ ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസ് ചെയ്ത് തരുമോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്നവരോട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയതിന് ശേഷം പറയും, അയ്യോ ചേച്ചി ഒത്തിരി നന്ദിയുണ്ട് ഇങ്ങനെ പറഞ്ഞതിൽ, പിന്നെ ഒരുപാട് പേരൊന്നും അങ്ങനെ പറഞ്ഞു തരാറില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമ്മളും എല്ലാവരും എന്താണ്, നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് എന്തെങ്കിലും ഏൺ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള പല സ്വപ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ കുറച്ച് പേരുണ്ട്. എന്നാലും ഒട്ടുമിക്കാൽ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പൊതുവെ വരുന്നത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിങ്ങനെ യൂട്യൂബിന് തന്നെ അറിയാം, നമ്മൾ ഫേക്കായിട്ട് എന്ത് കാര്യങ്ങൾ കാണിച്ചാലും അത് യൂട്യൂബിന് തന്നെ അറിയാൻ പറ്റും. നമ്മൾ ഒരു സ്ഥലപരിധിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി കൊടുക്കുകയും ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് തന്നെ അറിയാൻ കഴിയും ഇത്രയും പൊതുവേ ഒരു ചാനലിൻ്റെ റീച്ച് എത്രയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഒക്കെ ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയി കിട്ടുന്നു എങ്കിൽ ഇതൊരു ഫേക്ക് ആണെന്ന് യൂട്യൂബിന് തന്നെ മനസ്സിലാവും. അപ്പോൾ തീരെ നമുക്ക് റെക്കമെൻഡേഷൻ ഒട്ടും തന്നെ യൂട്യൂബ് കൊടുക്കില്ല. നമ്മുടെ ചാനൽ അങ്ങ് ഡെഡായി പോവും. പിന്നെ നമുക്ക് ആ ഒരു റീച്ചിൽ എത്തണമെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എത്തുമോ എന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഞാൻ തിരിച്ചു പറഞ്ഞത്, വിഷമിക്കേണ്ട, നമ്മുടെ ചാനലിൽ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ വ്യൂസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ എനിക്കറിയില്ല അതങ്ങനെ പെയ്ഡായിട്ട് മോണിറ്റൈസേഷൻ ചെയ്തിട്ട് ഇനി ആ ഒരു വ്യൂസ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക,
മനസ്സിലാക്കുക. ഇങ്ങനെ പെയ്ഡ് മോണിറ്റൈസേഷൻ ചെയ്യുന്ന ആൾക്കാർ ചെയ്തു തരുന്നത് ഒരു സ്ഥലപരിധിക്കുള്ളിൽ ഒത്തിരി കമ്പ്യൂട്ടറിൽ ഒത്തിരി ടാബുകൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ ഒരു അരമണിക്കൂറുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് അത് വെറുതെ പ്ലേ ചെയ്ത് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് യൂട്യൂബിന് തന്നെ മനസ്സിലാവും ഒരു സ്ഥലപരിധിക്കുള്ളിൽ പിന്നെ നമുക്ക് കിട്ടുന്ന വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ ഫേക്ക് ആണെന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യണം. ഇപ്പം നമ്മൾ പല റീച്ചായി നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഇൻസ്പിറേഷനിലായിരിക്കും ചാനൽ തന്നെ തുടങ്ങുന്നതും. അപ്പം നമുക്ക് അതുപോലെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. നമുക്ക് പറ്റും, പക്ഷേ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് നമുക്ക് പൈസ കിട്ടുന്ന ഏർപ്പാടൊന്നും അല്ല. നമുക്ക് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കുറുക്ക് വഴികളിലൂടെ മോണിറ്റൈസേഷൻ ഒന്നും ചെയ്യാതിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നത്, ആ ചേട്ടന് പറ്റിയ അബദ്ധങ്ങളോ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും നമ്മൾ കാണിക്കാതിരിക്കുക. കാരണം നമ്മുടെ ഹസ്ബൻഡോ അച്ഛനോ അമ്മയോ ഒക്കെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ ആയിരിക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ വെറുതെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങളിൽ ചാടാതിരിക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ നമുക്കിടയിൽ ഒത്തിരി ആൾക്കാർക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അപ്പം ഇനി ആർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഈ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ റെഗുലറായിട്ട് യൂട്യൂബിൽ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുക, നല്ല നല്ല കണ്ടന്റുകൾ തിരഞ്ഞെടുക്കുക, നല്ല തമ്പനെയിൽ സെറ്റ് ചെയ്യുക, നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന് നമ്മുടെ യൂട്യൂബിൽ ചെയ്യുന്ന സെറ്റിങ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നമുക്ക് റീച്ച് ചെയ്യാൻ കഴിയും. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.